നമസ്കാരം. ചിലരിപ്പോഴും 16-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് ഒരടി മുന്നോട്ട് വന്നിട്ടില്ല. കാലം മാറിയതും നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങളും ഒന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരുപാട് സമരങ്ങളും വിപ്ലവവും ഒക്കെ നടത്തിയാണ് പല അവകാശങ്ങളും നേടിയെടുത്തത്. അതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി നടിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് സമസ്തയുടെ മുതിർന്ന നേതാവായ നാസർ ഫൈസിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ്. സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തെ എതിർത്താണ് നാസർ ഫൈസി കൂടത്തായി പോസ്റ്റ് ഇട്ടത്. ആഘോഷ പ്രകടനങ്ങൾ ആഭാസകരമാകരുതെന്നും മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലർന്നുള്ള ആഘോഷം ഒഴിവാക്കണമെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് നാസർ ഫൈസിയുടെ പോസ്റ്റ്. ആദ്യം നാസർ ഫൈസിയുടെ പോസ്റ്റ് ഒന്ന് വായിക്കാം. വലിയൊരു വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ചില അമിതമായ ആഹ്ലാദ പ്രകടനവും അനിയന്ത്രിതമായ സ്ത്രീ പുരുഷ സങ്കലന പ്രകടനവും ഗുണകരമാവില്ല. മുസ്ലിം സ്ത്രീ പുരുഷന്മാർ രാഷ്ട്രീയത്തിലായാലും മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കരുതല്ലോ. സംവരണ സെറ്റിലെ വനിതാ പ്രാതിനിധ്യവും ജനാധിപത്യ വിജയത്തിനുള്ള പ്രവർത്തനങ്ങളിൽ നിയന്ത്രിതവും മതം അനുവദിക്കുന്നതുമായ ഇടപെടലുകളും ആകാവുന്നതിനപ്പുറം പ്രകടനങ്ങൾ ആഭാസകരമാകാതിരിക്കണം. പ്രാദേശികമായ ശ്രദ്ധയും ജാഗ്രതയും വേണം. അധിക്ഷേപങ്ങളെ അവഗണിക്കാം, മാന്യമായ തിരുത്തലുകൾ സ്വീകരിക്കാം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി നാസർ ഫൈസി പങ്കുവച്ച സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റ് കൂടി നമുക്കൊന്ന് കേൾക്കാം. ജനനായക സംവിധാനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ഭുതപൂർവമായ വിജയമാണ് മുസ്ലിം ലീഗ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും നേടിയിട്ടുള്ളത്. ഈ വിജയത്തിൽ ആഹ്ലാദിക്കുന്നതോടൊപ്പം ജനങ്ങൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും വിശ്വാസവും ഭാരിച്ചതാണെന്ന ബോധ്യവും അത് ഉൾക്കൊള്ളാനുള്ള വിനയവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അമിതാഹ്ലാദത്തിന്റെ തിരതള്ളലിൽ വ്യക്തിഹത്യയും മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന വിധത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധാർമ്മിക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ, മതസൗഹൃദം, പാർട്ടി അടിസ്ഥാന മൂല്യങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സാംസ്കാരിക മൂല്യബോധങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഉന്നത വിജയം ജനങ്ങൾ ഏൽപ്പിച്ച പ്രകാരം ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കാൻ നാഥൻ തുണയ്ക്കട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മതേതരത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസമാണുള്ളത്. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് നാസർ ഫൈസി പോലുള്ളവരുടെ പ്രസ്താവനകൾ. മതപരമായ തീവ്ര ചിന്താഗതികളെ രാഷ്ട്രീയ വിജയവുമായി ബന്ധിപ്പിക്കുന്നത് സമുദായ സൗഹൃദത്തിന് തീരെ യോജിച്ചതല്ല. മതപരമായ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ എന്ന നിലയിൽ ഭരണഘടനാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. നാസർ ഫൈസിയുടെ ഈ പ്രസ്താവനയെ കേരള സമൂഹം ഒരുമിച്ച് തള്ളിക്കളയണം. മതേതര മൂല്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ മാത്രമേ വിഭജനത്തിന്റെ ഈ വിഷവിത്തുകൾ മുളയ്ക്കാതെ തടയാൻ സാധിക്കൂ.